ഹേ ഗായ്സ്, അപ്പോൾ വീണ്ടും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വേറെ ഒന്നുമല്ല, അതായത് പാസ്ത മേക്കിംഗ് ബൈ ഷെഫ് മുഹമ്മദ് ഷഫീദ് KK. വേറെ ആരുമല്ല, അതായത് ഞാനാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ പാസ്ത ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുമ്പ് ഞങ്ങൾക്ക് അതിൻ്റെ ഐറ്റമൊക്കെ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നേരെ ആ വീഡിയോ നോക്കാം. ബൈ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാം. ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ പാസ്ത കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പാസ്ത എടുത്ത് ഇന്നിപ്പോൾ ഓറിഗാനോ ഉണ്ടോ നോക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഓറിഗാനോ കിട്ടി ഞങ്ങൾക്ക്. ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് അതായത് വെൽത്തങ്കടിയിലാണ്. അപ്പോൾ ഇവിടെയാണ് വെൽത്തങ്കടി ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഗൈസ് ഐറ്റം ഒക്കെ എടുത്ത് പോയി. അപ്പോൾ നേരെ പ്രിപ്പറേഷനിലേക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചിക്കൻ കവാണ്. അപ്പോൾ ഇങ്ങനെ കവാ ഫസ്റ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ചിക്കൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ചെറിയ ക്യൂബാക്കി ഇതേ സൈസിൽ കട്ട് ചെയ്യാം. ഇനി ഞങ്ങൾക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് അതിൽ അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഹീറ്റായതിൻ്റെ ശേഷം അതിലേക്ക് ടേസ്റ്റ് അനുസരിച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓർ 2 ടേബിൾ സ്പൂൺ പെപ്പർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പെപ്പറും ആൻഡ് സോൾട്ട് ഇട്ട് അതിനെ ജസ്റ്റ് സോൾട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങൾ തണ്ണിക്ക് സാൾട്ട് ഇട്ടിട്ട് അതിനെ ജസ്റ്റ് ബോയിൽ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബോയിൽ ആയിട്ടുണ്ട്. അതിലൊക്കെ അപ്പോൾ ഈ പാസ്ത ചേർത്ത് കൊടുക്കാം, അതായത് പെന്നെ പാസ്ത. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ അതായത് നുപ്പാട്ട് യൂസ് ചെയ്ത അതേ പാത്രത്തിലോട്ട് ഞങ്ങൾ ഹീറ്റായതിൻ്റെ ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ബട്ടറാണ് ഞങ്ങളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ ആ ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം മൈദ ചേർത്ത് കൊടുക്കും. ഗൈസ്, അപ്പോൾ അതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കും. പാലിട്ടതിൻ്റെ ശേഷം ഇനി അതിലോട്ട് ഓറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി അത് ബോയിലാവാൻ വെക്കാം. അത് ബോയിലായതിൻ്റെ ശേഷം അതിലോട്ട് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അതായത് അത് ബോയിലാവും വരുമ്പോൾ അത് ക്രീമി സ്ട്രക്ചറായി വരും. അതുപോലെ തന്നെ പെപ്പർ ചേർത്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ നുപ്പാട്ട് ബോയിൽ ചെയ്ത പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നുപ്പാട്ട് ഇത് ടോസ്റ്റ് ചെയ്ത ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഇനി ചീസ് ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ സ്ലൈസ് ചീസാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഗൈസ്, അപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാനായിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സെറ്റ് ഗൈസ്. അപ്പോൾ ട്രൈ ചെയ്യാം വീട്ടിൽ. അപ്പോൾ ഫുള്ള് റെസിപ്പി ഇത് ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യാം, ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, അതായത് കമൻറ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.